രജട്ട, ഏറെ കോളിളക്കം സൃഷ്ടിച്ച രണ്ട് ചെറുപ്പക്കാരുടെ കൊലപാതകത്തിൽ കഴിഞ്ഞ ദിവസം അതിൻ്റെ വിധി വന്നു. ഇനി വെള്ളിയാഴ്ച അതിൻ്റെ ശിക്ഷാവിധി പ്രഖ്യാപിക്കും. എന്തായാലും CPM പ്രതിരോധത്തിലായിരിക്കുകയാണ്. തങ്ങളല്ല ഇതിന് പിന്നിലെന്ന് ഇപ്പോഴും അവരുടെ നേതാക്കൾ AK ബാലനും ഗോവിന്ദൻ മാഷൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അവരുടെ പ്രതികരണം ആ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഇതിൽ നിന്നും CPMന് കൈകഴുകാനാവുമോ? CPMന് കൈകഴുകാനാവില്ല എന്നുള്ളതാണ് ഇന്നലത്തെ കോടതി വിധി. CBIയുടെ എറണാകുളം കോടതി ജഡ്ജിൻ്റെ വിധിന്യായം വായിച്ചാൽ മുൻ MLA KV കുഞ്ഞിരാമൻ, ഏരിയ സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി 1 മുതൽ 14 വരെയുള്ള പ്രതികൾ മുഴുവൻ പേരും CPMൻ്റെ വലിയ നേതാക്കന്മാരാണ്, വലിയ ആളുകളാണ്, അല്ലാണ്ട് സാധാരണ പ്രവർത്തകരല്ല. മുൻ MLA ആണ് KV കുഞ്ഞിരാമൻ. ഗൂഢാലോചന 120B ഗൂഢാലോചന കേസിൽ അദ്ദേഹം മുതൽ ജില്ലാ കമ്മിറ്റി വരെയുള്ള ആളുകളാണ് അകത്തുണ്ട്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവവും അവരുടെ സംഘടനാ സംവിധാനവും അനുസരിച്ച് ഒരു കൊലപാതകം നടക്കുമ്പോൾ അവരുടെ ജില്ലാ നേതൃത്വം ഒന്നും അറിയാതെ ഒന്നും നടക്കത്തില്ല. അത് വാസ്തവമാണ്. ജില്ലാ നേതൃത്വം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സംസ്ഥാന നേതൃത്വം അറിയും. അങ്ങനെയാണ്. ഇപ്പം നമ്മൾ TP ചന്ദ്രശേഖരന് വന്ന് നടന്നു. എന്താ സീതാറാം യെച്ചൂരി എന്ന് പറഞ്ഞത്? അല്ല, അന്നത്തെ പ്രകാശ് കാരാട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് ബന്ധമല്ല, ഞങ്ങളുണ്ടെങ്കിൽ കണ്ടുപിടിച്ചിട്ട് അവരെ കോടതിയിൽ ഹാജരാക്കി അവരെ തക്കതായ ശിക്ഷ കൊടുക്കുന്നു. അഖിലേന്ത്യാ സെക്രട്ടറിയാണ് പറഞ്ഞത്. പക്ഷെ അതിനൊരു കടലാസിൻ്റെ വില പോലും ഉണ്ടായില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം അങ്ങനെയാണത്. അത് കേരളത്തിലെന്നല്ല, എല്ലായിടത്തും അവിടെ ചരിത്രം രക്തരൂക്ഷിതമാണ്. അവർ ഈ സഹപ്രവർത്തകരെയും സഹയാത്രികരെയും എതിരാളികളെയും ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് അവൻ വന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇന്നും കാണുന്ന നക്സലൈറ്റ് പ്രസ്ഥാനം. ഉന്മൂലന സിദ്ധാന്തത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുകളഞ്ഞിട്ടില്ല. പാർലമെൻ്ററി വ്യാമോഹം വന്ന സമയത്ത് ഉന്മൂലനത്തെ പൂർണ്ണമായിട്ടും വിട്ടുകളയാതെ അതിനൊരു ഭാഗത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു സൈഡായിട്ട് പാർലമെൻ്ററി കാര്യങ്ങളിലേക്ക് കടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പാർലമെൻ്ററി ജനാധിപത്യത്തിലേക്ക് കടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവർ പൂർണ്ണമായിട്ട് ഇതിനെ കളഞ്ഞിട്ടില്ല. കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും മരണം അത് CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരുടെ മാതാപിതാക്കൾ കോടതിയിൽ പോയി, കേരള ഹൈക്കോടതിയിൽ പോയി. 2 കോടി രൂപ ചിലവാക്കിയിട്ടാണ് 2 കോടി രൂപ ചിലവാക്കിയിട്ടാണ് സുപ്രീം കോടതിയിലെ ഏറ്റവും പ്രഗത്ഭരായ വക്കീലന്മാരെ കൊണ്ടുവന്ന് ഹൈക്കോടതിയിൽ വാദിച്ചത്. നമ്മളാണെങ്കിൽ എന്താ പറയുക, കുറ്റം തെളിയട്ടെ, കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ, സാധാരണ അതല്ലേ പറയൂ. പക്ഷേ ഈ കുറ്റവാളികൾ കുറ്റം കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി സർക്കാരിന്റെ ആ ഒരു നിലപാട് തന്നെ മതി. അതെ, ഇവരാണ് കുഴപ്പക്കാരാണ്, ഇവര് പങ്കുകാരാണെന്ന് തെളിയിക്കുന്നത് മാത്രം മതിയല്ലോ. താങ്കൾ പറഞ്ഞ മാതിരി എന്തിനാ ഇത്ര വെപ്രാളം കാണിക്കുന്നു? ഞങ്ങൾക്ക് ബന്ധമില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. നാട്ടിൽ എത്ര കൊലപാതകങ്ങൾ നടക്കുന്നു അതുപോലെ കണ്ടാൽ മതി. പക്ഷേ ഇത് 2 കോടി രൂപ ചിലവാക്കിയിട്ട് സുപ്രീം കോടതി ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള വക്കീലന്മാരെ കൊണ്ടുവന്ന് വാദിച്ച് പൊതു ഖജനാവിന്റെ പൈസ എടുത്താണ് ആൾ നോക്കണം. കേരള ഗവൺമെന്റിന്റെ പൈസയാണ്. ഗവൺമെന്റിന്റെ പൈസ ഞാനും നിങ്ങൾ നികുതി കൊടുക്കുന്ന പൈസയാണ്, പാർട്ടിയുടെ പൈസയല്ല. CPMന്റെ ഫണ്ടല്ല എടുത്ത് കൊടുത്തു. കേരള ഗവൺമെന്റ് പൈസ ചിലവാക്കിയിട്ടാണ് ഈ സഖാക്കന്മാരെ രക്ഷിക്കാൻ വേണ്ടി വന്നത്. ഇന്നലെ എന്താ അവർ പറഞ്ഞത്? ഇന്നലെ അവർ പറഞ്ഞത് ഞങ്ങൾ സഖാക്കളെ രക്ഷിക്കാൻ വേണ്ടി അപ്പീൽ പോകുമെന്ന്. അവിടെ കോടതി വിധി പൂർണ്ണമായിട്ടും വന്നിട്ടില്ല. കോടതി 3-ാം തീയതി വിധി പറയുന്നേ ഉള്ളൂ. ഇവർക്ക് വധശിക്ഷയാണോ ജീവപര്യന്തമാണോ 2 വർഷത്തടവാണോ ഒന്നും അറിയത്തില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ മുൻകൂർ അവർ പറയുകയാണ് ഞങ്ങളവരെ രക്ഷിക്കാൻ വേണ്ടി അപ്പീൽ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ മനോഭാവം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരുപക്ഷെ യുദ്ധമുഖങ്ങളിൽ പോലും കാണാത്തത് പല പ്രാവശ്യം ചർച്ച ചെയ്താണ് നമ്മുടെ ജയകൃഷ്ണൻ മാഷിൻ്റെ വാദം. 36 കുട്ടികൾ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ചാണ് കൊത്തി നുറുക്കിയത്. എന്നിട്ട് കുട്ടികൾ അവർ സാക്ഷി പറയുന്നത് അവരോട് പറയാൻ വേണ്ടി ആ ചോര, അദ്ദേഹത്തിന്റെ ചോര ഇങ്ങനെ മുക്കിയിട്ട് ബ്ലാക്ക് ബോർഡിൽ മാനസിക വിഭ്രാന്തിയോട് കൂടി ജീവിച്ച് അടുത്ത കാലത്താണ് മരിച്ചത്. എത്ര സങ്കടകരമായ. അത് CPMന്റെ അവർക്കിതൊന്നും ചെയ്യാൻ ഒരു മടിയുമില്ല. അദ്ദേഹത്തിന്റെ പിന്നെ കൊലയാളികൾ സുപ്രീം കോടതി വെറുതെ വിട്ട സമയത്ത് കൊലയാളികൾക്ക് പൂമാലയിട്ട് സ്വീകരിച്ച് പ്രകടനം നടത്തിയ ആളുകളാണ്. ഇപ്പം മനുഷ്യത്വം എന്ന് പറയുന്ന തരിമ്പ് പോലും ഇല്ല. രാഷ്ട്രീയ ബോധമോ ജനാധിപത്യ ബോധമോ ഇല്ല. ജനാധിപത്യ ബോധം ഉണ്ടായിരുന്നെങ്കിൽ TP ചന്ദ്രശേഖരനെ കൊല്ലുമായിരുന്നു. ഏതെല്ലാം പാർട്ടിയിൽ നിന്ന് ആരെല്ലാം പോയപ്പോൾ CPMലേക്ക് ആരെല്ലാം വരുന്നു. ഇതിനുശേഷം ഈ കൊലപാതക രാഷ്ട്രീയം അവസാനിക്കുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചതായിരുന്നു വടകരയിലെ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം. അതിനുശേഷവും കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടു. പിന്നീടും പല സംഘപ്രവർത്തകർ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഒക്കെ തന്നെ
കൊല്ലപ്പെട്ടിട്ടുണ്ട്, മറുഭാഗത്ത് CPM മാത്രമാണ്. ഒരു ഭാഗത്ത് CPM മാത്രമാണ്. പക്ഷേ കൊല്ലപ്പെടുന്നത് കോൺഗ്രസും BJP പല ആളുകളുണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരും കൊല്ലപ്പെടുന്നു. എന്നിട്ട് അവരെ വലിയ ജനാധിപത്യത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. അതിന്റെ ഒരു വിരോധാഭാസം തന്നെ. വിരോധാഭാസമാണ്. ഞാൻ പറഞ്ഞല്ലോ, സൂചിപ്പിച്ചുവല്ലോ, ഇവരുടെ നയം തന്നെ അതാണ്. ഇവരിപ്പോഴും ഈ സ്റ്റാലിനിസ്റ്റ് മനോഭാവം ഉപേക്ഷിച്ചിട്ടില്ല. സ്റ്റാലിനിസ്റ്റ് മനോഭാവം എന്ന് പറഞ്ഞാൽ എതിരാളികളെ നിഷ്കരണം ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ്. അത് ട്രോട്സ്കിയെ മഞ്ഞുകോടാലി കൊണ്ട് വെട്ടിക്കൊന്നത് മുതൽ ഇങ്ങേറ്റത്ത് നമ്മുടെ അഴീക്കോടൻ രാഘവന്റെ മരണം പോലും ഇന്നും സംശയത്തിന് നിഴലിലാണ്. തൃശ്ശൂർ തെരുവിലിട്ട് അഴീക്കോടൻ രാഘവനെ കുത്തിക്കൊന്നത് കോൺഗ്രസ്സുകാരനല്ല, AV ആര്യൻ എന്നല്ല ഒന്നാം പ്രതി എന്ന് പറയുന്നത്. ആര്യൻ ശരിക്കും കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. പിന്നെ നക്സലൈറ്റ് ഗ്രൂപ്പിലേക്ക് പോയോ എന്ന് മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരനാണ്, കോൺഗ്രസ്സുകാർ BJP-കാരല്ല കൊന്നത്. അവരുടെ ഒരു നേതൃത്വത്തിൽ തന്നെ നോക്കിക്കണ്ടാൽ നമുക്കറിഞ്ഞൂടെ, MM മണി ഞാൻ ഇത്ര ആളെ കൊന്നു, അല്ലെങ്കിൽ അടിച്ചവനെ ഞാൻ തിരിച്ചു തള്ളിയിട്ടുണ്ട്. ഏറ്റവും താഴെയുള്ള ആർഷോ സ്വന്തം CPI-യുടെ വിദ്യാർത്ഥി സംഘടനയായ AESF-ന്റെ വിദ്യാർത്ഥിനിയോട് പെരുമാറിയത് അതെ 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 തന്തയില്ലാത്ത കുട്ടിയെ ഉണ്ടാക്കി കൊടുക്കും എന്നൊക്കെയാണ്. അപ്പൊ ഇത് മാറാൻ പോകുന്നില്ല തെളിവ്. കാരണം അവരിപ്പോ CPM-നെ നയിക്കുന്ന മുഖ്യമന്ത്രി ആരാ? 64 വാടിക്കൽ രാമകൃഷ്ണൻ എന്ന ചെറുപ്പക്കാരനെ കടയിൽ നിന്ന് വിളിച്ചിറക്കി നേരിട്ട് കുറ്റകൃത്യം ചെയ്ത ആളാണ്. വെട്ടിക്കൊന്നാലും ഒന്നാം പ്രതിയാണ്. അത് കോടതിക്കന്ന് അന്ന് സംഘപ്രവർത്തകരൊക്കെ ദുർബലരായിരുന്നു. സംഘപ്രവർത്തനം തന്നെ വളരെ ദുർബലമാണ്. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു സാധാരണ കുടുംബം, ഒരു തയ്യൽ തൊഴിലാളി തയ്യൽ ആയില്ല, അവിടെ കൈജോലി ചെയ്യാണ്ടിരിക്കുന്ന കക്ഷിയാണ്. നട്ടുച്ചയ്ക്ക് പ്രകടനമായിട്ട് ചെയ്യുന്ന വിളിച്ചിറക്കിയിട്ട് കൊന്നു. അന്ന് രാജു മാസ്റ്റർ MLA ഒക്കെ ഉണ്ടായിരുന്ന നേതൃത്വത്തിൽ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യാപിതാവായിട്ടുള്ള ആളും പിണറായി വിജയനൊക്കെ നേരിട്ട് ചെന്നിട്ട്, പിണറായി വിജയൻ നേരിട്ട്, അമ്മ ഇപ്പോഴും പറയും വാടിക്കൽ രാമകൃഷ്ണൻ ഭാര്യ ജീവിച്ചിരിപ്പുണ്ട്. അവർ പറയും അവർ കണ്ണുകൊണ്ട് കണ്ടതാണ് മനസ്സിലാവണം. അപ്പം അങ്ങനെയുള്ള ആളാണ് മുഖ്യമന്ത്രി. ആ കൊലയാളിയുടെ മനസ്സ് പ്രായമേറിയാലും മനസ്സ് മാറില്ലല്ലോ. നരവീഴാം, കണ്ണിൻ്റെ കാഴ്ച കുറയാം, മുഖത്തെ തൊലിയൊക്കെ ചുളുങ്ങാം, എന്നാൽ ആ മനസ്സ്, കൊലയാളിയുടെ മനസ്സ് ഇപ്പോഴും ഉണ്ട്. ആ മനസ്സിന്റെ പ്രതികരണങ്ങളാണ് വരുന്നത്. CPM-നെ കുറിച്ച് പറയുമ്പോൾ കൂടുതലായും ഈ മലബാറിലെ CPM നേതാക്കൾക്കാണോ ഈ കൊലവെറി കൂടുതൽ? തീർച്ചയായിട്ടും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? എനിക്ക് തോന്നുന്നു ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് വന്നതാണോ എന്ന് എനിക്കറിയില്ല. കാരണം മുസ്ലിം ആക്രമണം കൂടുതലുണ്ടായ ഒരു ഏരിയ ദക്ഷിണ കേരളത്തെക്കാൾ ഉത്തര കേരളത്തിലായിരുന്നു. അവരെ പ്രതിരോധിച്ചതിൻ്റെയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇതായിരിക്കാം. മുസ്ലിം ആക്രമണത്തിൻ്റെ സ്വഭാവം ലോകത്തെല്ലായിടത്തുമുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഇസ്ലാമിക ശക്തികളും കമ്മ്യൂണിസ്റ്റ് ശക്തികളും ഒരുമിച്ച് നിന്ന പാരമ്പര്യമാണുള്ളത്. ഇവർ തമ്മിൽ ഈ ഇഴപിരിയാനാവാത്ത ഒരു ബന്ധം എല്ലാ സ്ഥലത്തും ഉണ്ട്. GK സുരേഷ് ബാബുവിൻ്റെ വർഗീയതയുടെ അടിവേരുകൾ എന്ന പുസ്തകം വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ വിശാലമാണ് ഇവർ തമ്മിൽ. ആ ബന്ധത്തിൽ നിന്ന് തുടങ്ങിയതാണോ എന്ന് സംശയമുണ്ട്. പിന്നെ അല്ലെങ്കിൽ വടക്കൻ പാടുകളൊക്കെ ഒരു നാദാപുരമൊക്കെ നമുക്ക് നിണച്ചാലുകൾ ഒഴുകി പരന്ന സ്ഥലമാണല്ലോ, അതിന്റെ പാരമ്പര്യമായിരിക്കും. അന്നുണ്ടായിരുന്ന വൈരമൊന്നും ഇപ്പോഴില്ല. മുസ്ലിം ലീഗ് വന്നാൽ LDF-ലേക്ക് കൂട്ടാൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നല്ലോ. അഖിലേന്ത്യാ മുസ്ലിം ലീഗ് LDF-ന് കൂടെ ഉണ്ടായിരുന്നല്ലോ. അതെ അതെ അതെ. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഇതിന് ശേഷം, അതായത് പെരിയയ്ക്ക് ശേഷം, പെരിയയിലെ കൊലപാതകത്തിന്റെ വിധി വന്നാൽ പോലും CPM-ന്റെ ഒരു ബാക്കിപത്രം അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത ഒട്ടും കാണുന്നില്ല. ഒരിക്കലും ഉണ്ടാകുന്നില്ല. CPM മാറാൻ പോകുന്നില്ല. CPM-ന്റെ ആന്തരികമായ അല്ലെങ്കിൽ ആത്യന്തികമായ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നേതൃത്വത്തിൽ ഇരിക്കുന്നവർ തന്നെ കൊലയാളികളാകുമ്പോൾ പിന്നെ എങ്ങനെ അണികൾ മാറുക? ഇവർ പഠിപ്പിക്കുന്ന പാർട്ടി ക്ലാസ്സുകൾ എങ്ങനെയാണ്? അപ്പോൾ ആദ്യം ഇവരുടെ സ്റ്റൈല് മാറണമെങ്കിൽ അവർ അന്തസത്ത ഉൾക്കൊള്ളുന്ന ആദർശം മാറണം, സിദ്ധാന്തം മാറണം. സിദ്ധാന്തങ്ങളാണല്ലോ പ്രയോഗിക്കുന്നത്. അപ്പോ സാധാരണ ഇപ്പൊ അനുയായി അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിക്കാരനെ ഏത് രീതി ശത്രുവായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും വർഗശത്രു. എന്തിനേറെ നമ്മുടെ കെ സുരേന്ദ്രൻ പോയിട്ട് ഒരു കേക്ക് കൊടുത്തത് പോലും വിവാദമാക്കിയ. ഈ കണ്ണൂരിൽ ഒരു BJP-കാരന്റെ കല്യാണം, BJP-കാരന്റെ വീട്ടിൽ നടക്കുന്ന കല്യാണത്തിന് CPM-കാരൻ വരില്ല. നമുക്ക് തിരുവനന്തപുരത്ത് അത് ചിന്തിക്കാൻ പോലും കഴിയില്ല. നമ്മളെന്ത് സൗഹൃദമാണല്ലോ CPM നേതാക്കന്മാരുമായിട്ട് തോളി കേട്ട് നടക്കുന്ന ഒരു സൗഹൃദം ദക്ഷിണ കേരളത്തിലുണ്ട്, അല്ലെങ്കിൽ തിരുവിതാംകൂറിലുണ്ട്. പക്ഷെ ഉത്തര കേരളത്തിൽ ചെല്ലുമ്പോൾ, കണ്ണൂരൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ആ കമ്മ്യൂണിസ്റ്റുകാരന്റെ പണ്ട് എൻ്റെ നാട്ടിലൊക്കെ ഒരു തമാശയാണ്, ഈ ദേശാഭിമാനി സ്ഥിരമായിട്ട് RSS
അത് കഴിഞ്ഞ ഒരു കാപാലികൻ എഴുതി ചേർക്കും. അതൊരു ഏത് വാർത്ത വന്നാലും അത് അവിടെ ചേർക്കണം എന്നാണ് അവരുടെ നയം. അപ്പൊ ഏതൊരു CPM കാരൻ കിണറ്റിൽ വീണിട്ട് ഏതൊരു RSS കാരൻ കൈപിടിച്ച് കയറ്റി. അപ്പൊ വാർത്തയിൽ ഇതേപോലെയാണ് വന്നത്, RSS കാപാലികൻ കൈപിടിച്ച് കയറ്റി. തമാശയാണെങ്കിലും അതാണ് ആ ലൈനാണ്. ദേശാഭിമാനി പെരും നുണയുടെ കുത്തൊഴുക്കാണല്ലോ ദിവസേന ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നുണ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ഏത് വാർത്ത വായിച്ചാലും ശരി, നുണ. അവർക്കൊരു ലജ്ജയില്ല, ഒരു നാണക്കേടുമില്ല. നമ്മുടെ കൂത്തുപറമ്പ് രക്തസാക്ഷികൾ ഉദാഹരണം പറയാം. രക്തസാക്ഷികൾ അവർ ബലിദാനികളായി. എന്തിനു വേണ്ടിയാ? സ്വകാര്യ കോളേജിന്റെ എതിരായിട്ട് നടന്ന സമരമാണ്. പക്ഷെ ആ വെടിവെപ്പെടുന്ന കേവലം അടുത്ത മന്ത്രിസഭ വന്നപ്പോൾ ആ വെടിവെപ്പെടുന്ന സ്ഥലത്ത് 500 മീറ്റർ മാറി സ്വകാര്യ കോളേജ് സ്ഥാപിച്ചു. ആ സമരത്തിനെ എതിർത്ത MPRന്റെ മകൻ ഇപ്പൊ CPM-ലുണ്ട്. അപ്പൊ ഇവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഉന്മൂലന സിദ്ധാന്തം തന്നെയാണ്. MV രാഘവൻ വേട്ടയാടിയില്ലേ ഇവിടെ? ഗൗരിയമ്മയെ വേട്ടയാടിയില്ലേ? ഗൗരിയമ്മയൊക്കെ പ്രതിരോധിച്ചതുകൊണ്ടും MV രാഘവൻ UDF-ലേക്ക് വന്നതുകൊണ്ടും അദ്ദേഹത്തിന്റെ ശരിക്കും ആ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളിൽ നിന്ന് പഠിച്ച തിണ്ണമെടുക്കും കൊണ്ടാണ് MV രാഘവൻ രക്ഷപ്പെട്ടത്. അല്ല, അതിൽ ഏറ്റവും വലിയ രസകരം MVR അനുസ്മരണവും കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനവും ഒരേ പാർട്ടി ആചരിക്കുന്നതാണ് അതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം. ഇവര് പിണറായി ഇടക്കിടയ്ക്ക് പറയും പോലെ ഈ പാർട്ടിയെ നിങ്ങൾക്ക് ഒന്നും അറിയില്ല, ഒരു ചുക്കും അറിയില്ല. അറിയില്ല. അതാണ് സത്യം.